ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ സൽമാനെ ഒന്ന് നമ്മളെ വഴിക്ക് ആക്കിയെടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. അതായത് നമ്മൾ വിളിച്ചാൽ കൂടെ വരിക, പിന്നെ നമ്മൾ പോകാൻ പറഞ്ഞാൽ പോവുക, അങ്ങനെയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബിറ്റിട്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടു നിർത്തിയത് കേട്ടോ. സൽമാൻ പൊന്ത് എഴുന്നേക്ക്. അങ്ങനെ വാശി പിടിക്കരുത്. അത് ഈ പുല്ല് കണ്ടപ്പോഴേ തിന്നാനുള്ള ഒരിതാണ്. ഭക്ഷണമൊക്കെ കൊടുത്തതാണ്, കുറച്ച് മുമ്പേ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ സൽമാക്ക് നല്ലൊരു ട്രൗസർ അടിച്ചിട്ടുണ്ട്. ട്രൗസർ അല്ല കേട്ടോ, പിന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു ഗ്യാസ് കുറ്റി ഞാൻ ഇട്ട് നോക്കിയതായിരുന്നു. സൽമാക്ക് നല്ലൊരു ബാഗ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇത് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇത് ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ചുരുക്കി ചെറുതാക്കി ഇതിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സാധനങ്ങൾ ഞാൻ നോക്കി മൊത്തത്തിൽ 22 കിലോയേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ ടെൻ്റ് അടക്കം മൊത്തത്തിൽ ചേർത്തിട്ട് ലൈറ്റ് എല്ലാം കൂടെ ചേർത്ത് 22 കിലോ ഉള്ളേ. പിന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ബാഗിലും ഇടും. അപ്പോൾ കുറച്ച് വലിയ വെയിറ്റില്ലാത്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇടുള്ളൂ. പിന്നെ ടെൻറ്റും വെള്ളം വെച്ച് കിട്ടും. അപ്പോൾ പിന്നെ ഒരു 15 കിലോ 16 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് സുഖമായിട്ട് കൊണ്ടുപോകാം. അതല്ല ഞാൻ പറഞ്ഞത്, ഇത്രയൊക്കെ വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൽമാന്റെ ട്രൗസർ. അപ്പോൾ ഇനി ഇതിനകത്ത് വെച്ച് നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി നമ്മൾ ക്യാമ്പിങ്ങിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് സൽമ. അല്ലേ സൽമ? നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു വള്ളിയും കൂടെ, ഒരു ഇതിന്റെ കഷ്ടം കൂടെ വള്ളിയും കൂടെ ഇത് ഇട്ടിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഇതിങ്ങനെ ഇതിന്റെ അടിയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ കുനിഞ്ഞ് തിന്നുമ്പോഴൊന്നും ഊർന്നു പോകാതിരിക്കാനും, അങ്ങനെ ചെറിയ കയറ്റമൊക്കെ കയറുമ്പോൾ തെന്നി പോകാതിരിക്കാൻ, ഇതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. പിന്നെ അതല്ല, ആദ്യം ഇതിന്റെ മേളിലേ നമ്മുടെ ടെന്റിന്റെ അടിയിൽ വിരിക്കുന്ന ഷീറ്റുകൾ ഉണ്ടല്ലോ, ടെന്റിന്റെ അടിയിൽ വിരിക്കുന്ന ഷീറ്റും പിന്നെ മഴ പെയ്താൽ നമുക്ക് വെള്ളം വരാതിരിക്കാനുള്ള ഷീറ്റും, അതൊക്കെ ആദ്യം ഇതിന്റെ പുറത്തിട്ടിട്ട് വേണം ഇതിടാൻ. ഞാനത് കാണിക്കാം കേട്ടോ. ഇത് വിട്ടിരിക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ ഈ ഷീറ്റ് ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് വിരിക്കുക. ഇങ്ങനെ വെച്ചാൽ അതിന് വേദന ആവൂല. ഇങ്ങനെ വെച്ചു. ഈ ഷീറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം ഇതിന്റെ പുറകെ കൂടെ ഒന്നും നമുക്ക് നടക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. അതുപോലെ അത് ചവിട്ടാൻ വരുമൊക്കെ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും ദിവസം ഒന്ന് ഇണക്കി എടുത്തതാണ്. പിന്നെ ഇണക്കി എടുക്കാൻ മാത്രമല്ല നമ്മുടെ ദിവസങ്ങൾ പോയത്. പിന്നെ വയനാട്ടിലെ അവസ്ഥകളൊക്കെ അറിഞ്ഞല്ലോ. എപ്പോൾ നോക്കിയാലും ഈ പുലിയും കടുവയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇറങ്ങാനൊന്നും ശരിക്കും പറ്റൂല പുറത്തോട്ടൊന്നേ. അങ്ങനെയൊക്കെയാണ് വയനാട്ടിലെ അവസ്ഥ. ഇനി ഇത് ഞാൻ ഇവിടെ ഒരു ഹുക്ക് പോലെ വെച്ചിട്ടുണ്ട്. ആ ഹുക്കിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഇടുക. ഇതിങ്ങനെ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല. കുറച്ചുകൂടി ഒരു സേഫായിരിക്കും, അങ്ങനെ വിചാരിക്കാം അല്ലേ? എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വെച്ച് പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു റൗണ്ട് അടിച്ചിരുന്നു. സാധനമൊന്നും കയറ്റിയില്ല. ഈ സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ റൗണ്ട് അടിച്ചിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. വലിയ ഡിസ്റ്റർബായിട്ടൊന്നും തോന്നിയിട്ടില്ല അതിന്. പക്ഷെ നമ്മൾ ഈ വിരിച്ച സാധനമേ കുഴപ്പമില്ല അല്ലേ? വെച്ച് നോക്കാം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ കെട്ടി വെച്ചാൽ അവിടെ നിന്നോളും. ചുമ്മാ ഒരു ഇത് കാണിക്കാനാട്ടോ. ഇതെങ്ങനെയാണ് സെറ്റാക്കിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ചാടി കളിക്കൂല. ഇനി നമ്മുടെ സാധനങ്ങൾ ഓരോന്ന് വെക്കാട്ടോ. ഇത് ടെൻറ്റ് അല്ല, ഇത് മാറ്റ്, ഇത് ടെൻറ്റ്, ഇത് നമ്മുടെ ഗ്യാസ്, ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ഒന്ന് സെറ്റാക്കാം ആദ്യം. ഇത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലയുടെ ബാഗ്, പെട്ടി. എനിക്ക് തോന്നുന്നതേ നമ്മൾ ഈ അടിയിൽ വെച്ച ചാക്കില്ലേ, അത് ആദ്യം വെച്ചൊന്ന് കെട്ടണം തോന്നുന്നുണ്ട്.
അല്ലെങ്കിൽ അത് ഊർന്ന് പോകുമെന്നോ, അങ്ങനെ തെന്നി പോകുമെന്നൊരു മിനിസല്ലേ. നോക്കാം അല്ലേ. ഇത് പുതയ്ക്കാനുള്ളതൊക്കെ ആ തുണിയൊക്കെയാണ്. അത് ഞാൻ ചുമ്മാ ഇപ്പൊ ഒന്ന് വെച്ച് നോക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ബാഗിലും ഇടാം. ഇത് പാത്രങ്ങള്, ഒരു ഗ്യാസ് കൂടി ഉണ്ട്. പിന്നെ ഇത് ഒരു സോളാർ പാനൽ ഉണ്ടാക്കിയതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ നമുക്ക് പവർ ബാങ്ക് ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ലൈറ്റിന്റെ ഇതായിരുന്നു. ലൈറ്റ് ഒഴിവാക്കിയിട്ട് വേറൊരു സാധനം ഇവിടെ ഫിറ്റ് ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്താട്ടോ. അതുകൂടെ ഇതിനകത്ത് ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് നമ്മുടെ ചായപാത്രവും വെക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ കേബിള്, ചാർജ് ചെയ്യാനുള്ള സാധനം, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ വാട്ടർ ബാഗ് ഉണ്ട്, എഗ് ട്രേ ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗിൽ തന്നെ കൊണ്ടുപോകാന്നേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ടെൻറ്റ് വെക്കണം. ടെൻറ്റ് ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു സൈഡിൽ ഇവിടെ ഒരു വള്ളിയുണ്ട്. ഈ വള്ളി വെച്ചിട്ട് കെട്ടാമെന്നുള്ള ഐഡിയയിലാണ്. ഇത് നമ്മുടെ മാറ്റ് കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചാൽ ഇനി ഈ സൈഡും കെട്ടിയാൽ ഓക്കെ ആവുമെന്ന് വിചാരിക്കണേ. ഇപ്പൊ ഏകദേശമൊക്കെ സെറ്റായിട്ടോ. ഏകദേശമൊക്കെ സെറ്റായി. പിന്നെ ഇനി നമുക്കൊന്ന് നടത്തി നോക്കാം അല്ലേ. നമ്മുടെ ബാഗ് ഉണ്ട്, ബാഗിനകത്ത് വേറെ കുറച്ച് സാധനമൊന്നുമില്ല. പിന്നെ ആ റാന്തൽ വിളക്ക് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇനി നമുക്ക് ബാഗിൽ നമ്മുടെ തോളത്തിട്ടിട്ട് നമുക്ക് പോവാം. എന്തായാലും ഞാൻ നമ്മുടെ ബാഗ് വിട്ട് ഒന്ന് നടത്തി നോക്കാം അല്ലേ, എന്താവും എന്നുള്ളത്. ചെറിയൊരു എക്സ്പീരിയൻസ് കൊടുക്കണമല്ലോ. ഞാൻ രാവിലെ ഒന്ന് ചുമ്മാ നടത്തിയിരുന്നു, പക്ഷെ അങ്ങനെ വെയിറ്റ് ഒന്നും വെച്ചില്ല. ഇതൊന്നുകൂടെ ഒന്ന് തിരിയാനുണ്ടെന്ന് തോന്നുന്നു. ഒരു സൈഡ് വെയിറ്റ് കൂടുതലാവുമ്പോൾ ഇത് കിടന്ന് കറങ്ങും ചിലപ്പോൾ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നണില്ല. എന്തായാലും നമുക്കൊന്ന് നടത്തി നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും പോവുക. ഇതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വടി കേട്ടോ. അത് അവർ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി നമ്മുടെ കൈക്ക് ഒന്നുകൂടി വരുന്ന വരെ ഒരു വടി ഇതേപോലെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കയ്യിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഈ കയറൊക്കെ അങ്ങ് മാറ്റും കേട്ടോ. അല്ല, ഈ കയറ് വേണം നമുക്ക് എന്തായാലും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ബാ 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 സൽമാ, ബാ 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 ബാ. ഇതാണ് പ്രശ്നം. പക്ഷെ ചില സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത. ബാ ബാ. കണ്ടോ, ഈ വടി ഒന്ന് ഇങ്ങനെ കാണിച്ചാലേ പെട്ടെന്ന് വരുള്ളൂ. ബാ ബാ. നമ്മുടെ പരിപാടി സക്സസ് ആയില്ല. എന്താ കാര്യം എന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ ഇത് മിനുസായതുകൊണ്ടേ, ഇതിന്റെ ദേഹം മിനുസായതുകൊണ്ട് ചെറിയൊരു കയറ്റപ്പ് കയറിയത്. ഇവിടെ ചെറിയൊരു കയറ്റാണ് ഇവിടെ കയറിയത്. അപ്പോഴത്തേക്ക് അതൊരു സൈഡിക്ക്
തെന്നി മാറി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ കുറച്ചുകൂടി സേഫായിട്ട് ഈ സാധനം വെക്കണം. ഇപ്പം തൽക്കാലം ഇതിൻ്റെ ദേഹത്ത് വയറിലൊക്കെ തട്ടുന്ന വിചാരിച്ചിട്ടാണ് ഈ ചാക്ക് വെച്ചത് കേട്ടോ. തൽക്കാലം ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇതിനകത്ത് കയറ്റാൻ പറ്റും നോട്ടെ. ഇതിന് ഞാൻ ഈ സൈഡിലൊരു ഫ്രണ്ടിലൊരു വള്ളി ഇങ്ങനെ റൗണ്ട് കൊടുത്ത പോലെ നമുക്ക് ഈ ബാക്കിലും ഇനി കൊടുക്കേണ്ടി വരും. അപ്പം എന്താ വെച്ചാൽ നമ്മളിത് അറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റായിട്ട് ചെയ്തതായിട്ടൊന്ന് ഞാൻ രാവിലെ ഈ സഞ്ചി വെച്ചിരുന്നു. പക്ഷേ സഞ്ചിയൊക്കെ വെച്ച് ഇങ്ങനെ റൺ ചെയ്ത് കൂടെ വന്നു. പക്ഷേ ഞാൻ ഈ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് സെറ്റാക്കി നോക്കിയതാണ്. പക്ഷെ അത് സക്സസ് ആയില്ല. അത് നമുക്ക് ഉരുണ്ടുരുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ബോഡി ഭയങ്കര മിനുസല്ലേ, അപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വരിക. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ക്യാമ്പിങ്ങിന് ഇറങ്ങാൻ. സെറ്റാക്കാനൊന്നുമില്ല, ഇവിടെ ഒരു വള്ളി ഇതേപോലെ ഫ്രണ്ടിൽ കെട്ടിയതുപോലെ ഒരു വള്ളി ഇങ്ങനെ റൗണ്ടിൽ അതിൻ്റെ വയറ്റത്തൂടെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടിയാൽ മതി. അപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ ഞാനൊരു സാമ്പിളായിട്ട് ചെയ്തതാണ്. പിന്നെ നമുക്കിത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പിങ് തുടങ്ങാം. നമുക്ക് ക്യാമ്പിങ് വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. ഒരുപാടായി ഇപ്പോൾ ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പോയി. അത് എഡിറ്റ് ചെയ്യാൻ നമ്മുടെ ലാപ്ടോപ്പിനേക്കാൾ കൂടുതൽ സുഖം ഒന്നുകൂടി നെറ്റിൻ്റെ ഒക്കെ ഇത് കാരണം മൊബൈലിലാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ അത് എന്തായാലും ഡിസ്പ്ലേ ഒക്കെ മാറി സെറ്റായി. ഇന്നലെ മാറിയത്. പിന്നെ അതങ്ങനെ. പിന്നെ അത് മാത്രമല്ല, വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. ഈ കടുവ വലിയൊരു പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞപ്പോൾ പേടിയായി തുടങ്ങിയിരിക്കുന്നത്. പുറത്തോട്ട് നമ്മുടെ ഈ ഇവിടെയൊക്കെ ഈ കാപ്പിത്തോട്ടാണല്ലോ, അത് കണ്ടില്ലേ, ഇത് മൊത്തം കാപ്പി കുരുമുളക്. ഇതിൻ്റെ ഇപ്പം മാനന്തവാടി മരിച്ച ചേച്ചി തന്നെ കാപ്പി പറിച്ചിട്ട് വീട്ടിലേക്ക് പോണ വഴിയോ അങ്ങനെ എന്തോ ആണ്. ഇത് ഈ കാപ്പിത്തോട്ടത്തിലൊക്കെ പതുങ്ങിയിരുന്നാലും നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ലേ, ചാടി ഇങ്ങോട്ട് വീഴുവേ. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ഒന്നാമത് ക്യാമ്പിങ് നൈറ്റൊക്കെ ചെയ്യാൻ പേടിച്ചിട്ടാട്ടോ. ഒന്നാമത് അതൊരു നമുക്ക് മൈൻഡ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഈ ഒരു ചിന്തയെ. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഇപ്പോൾ കഴിഞ്ഞ മിനിഞ്ഞാന്ന് തന്നെ ഞാൻ അമ്പലവയൽ ആ ഭാഗത്തൊക്കെ ആ പാറമടേൻ്റെ ഉള്ളിലൊക്കെ ക്യാമ്പ് ചെയ്തില്ലേ, അവിടെ കടുവയല്ല മറ്റേ പുള്ളിപ്പുലി വന്ന് ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അപ്പം എന്തായാലും സൽമായ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പിങ് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ആരും ക്യാമ്പിങ് വീഡിയോ നിർത്തിയെന്ന് വിചാരിക്കേണ്ട. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കമൻറ്റിന് കുറച്ച് റിപ്ലൈ കൊടുക്കാനുണ്ട്. എന്താ വെച്ചാൽ ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല. അത് ഇന്നെന്തായാലും റിപ്ലൈ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ക്യാമ്പിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ എന്തായാലും സൽമായിക്ക് ഒന്നും കൂടി നമ്മൾ ഈ ലഗേജ് വെച്ചൊന്നൊരു സെറ്റാക്കാണ്ട് അതുകൂടി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ പരിപാടി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമായിരിക്കും കേട്ടോ. പിന്നെ നൈറ്റൊക്കെയാണ് ഇപ്പോൾ ഒരു പേടി. നൈറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ക്യാമ്പ് ചെയ്താൽ എന്താ ചെയ്യാന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. നോക്കാൻ എന്തായാലും അല്ലേ. അപ്പം എന്തായാലും ഞാൻ സൽമായി പോയി കൊണ്ടുപോയി കെട്ടിയിട്ട് ഒന്ന് സെറ്റാക്കി ബാഗൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കുമേ. ഓക്കെ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. ഞാൻ പോട്ടെ. അത് ചെരിഞ്ഞ് പോവാ. വീട്ടിലെത്തുന്നതിന് മുമ്പ് അത് വീഴും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഓക്കെ.